നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫ്രണ്ട്ലി മത്സരത്തിൽ അർജന്റീന ഇന്ന് വെനിസ്വലയ്ക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു സർപ്രൈസിംഗ് 11 കൊണ്ട് ടീം ഇറങ്ങുമെന്നാണ് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിലെ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. കളി ഇന്ന് രാത്രിയാണ് മയാമിയിൽ നടക്കുന്നത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 5:30 അർജന്റീന വേഴ്സസ് വെനിസ്വേല പോരാട്ടം. ഈ കളിക്ക് ലിയോ മെസ്സി സ്റ്റാർട്ട് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ ഗാസ് നെഡൂൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലിയോ മെസ്സി ഈ മത്സരം വെനിസ്വേലയ്ക്കെതിരെ സ്റ്റാർട്ട് ചെയ്യില്ല. അതേസമയം ലൗട്ടറോ റിവേറയും ഹോസെ മാനുവൽ ലോപ്പസും ഈ 2 മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഡെബ്യൂ നടത്തും എന്നുകൂടി ഇപ്പോൾ പറയുന്നുണ്ട്. കോച്ച് വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. ഇപ്പം റിവേറയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹി ഈസ് ലുക്കിംഗ് ഗുഡ്. ലക്കിലി നല്ല രൂപത്തിൽ തന്നെയാണ് അവൻ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ അവൻ്റെ പൊട്ടൻഷ്യലിൽ വളരെ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഈ ഡബിൾ ഡേറ്റിൽ അവന് നമ്മൾ അവസരം കൊടുക്കും എന്നാണ് ഇപ്പോൾ ആ താരത്തെക്കുറിച്ച് റിവേറയെക്കുറിച്ച് കോച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിക്കോ പാസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു 11 വരും എന്നുകൂടി ഇപ്പോൾ ഗാസ് നെഡൂലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലിയോ മെസ്സി പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യില്ല, ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അദ്ദേഹം ഇറങ്ങിയേക്കും. മുന്നേറ്റത്തിൽ ഡബിൾ 9 ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ലൗട്രോ മാർട്ടിനസും ഹുലിൻ ആൽവേരസും, അപ്പോൾ 2 സ്ട്രൈക്കർമാരെ വെച്ച് ഇറങ്ങാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അർജന്റീനയുടെ ഈ ഒരു മത്സരത്തിനുള്ള 11 നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ്, ഡിഫൻസിൽ ഗോൺസാലോ മുണ്ടിയിലും ക്രിസ്ത്യൻ റൊമേറോയും മാർക്കോ സെൻസിയും നിക്കോളാസ് ഗോൺസാലസും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇപ്പം ഗോൺസാലോ മുണ്ടിയിലുണ്ട്, ദിബു മാർട്ടിനസ് ഉണ്ട്, ക്രിസ്ത്യൻ റൊമേറോ ഉണ്ട്, അപ്പം മാർക്കോ സെൻസി ഉണ്ട്. ദെൻ നിക്കോളാസ് ഗോൺസാലസിനെ വിങ്ങിൽ കളിപ്പിക്കാൻ വേണ്ടി കോച്ച് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മധുരയിലേക്ക് വരുമ്പോൾ അലക്സിസ് മാക്കലിസ്റ്ററും ലിയാൻഡ്രോ പെരേഡസും എൻസോ ഫെർണാണ്ടസും. ഇനിയിപ്പോൾ എൻസോ ഇല്ലെങ്കിൽ ആ പൊസിഷനിൽ ജിയോവാനി ലോച്ചെൽസയെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ നിക്കോളാസ് പാസും ലൗട്രോ മാർട്ടിനസും ഹുലിൻ ആൽവേരസും മുന്നേറ്റത്തിൽ. ഇങ്ങനെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു 11 കൊണ്ട് ടീമിനെ ഇറക്കാനാണ് കോച്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.